കൂട്ടുകാരെ, നവോദയ എൻട്രൻസ് എക്സാം വരാൻ പോവാണല്ലേ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വിജയം എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മക്കൾ എന്ത് വേണം? ഇപ്പൊ 9th സ്റ്റാൻഡേർഡിലേക്ക് ആണ് നവോദയ സ്കൂളിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് മിസ് വന്നേക്കുന്നത് ഫിസിക്സിലുള്ള ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ഫോഴ്സ്? എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഫോഴ്സ് എന്നുള്ളത്. പുള്ളാണോ പുഷാണോ അതോ പുഷ് ആൻഡ് പുള്ളാണോ? രണ്ടോ അറിയാം, പുള്ളാണ് പുഷാണ് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ സി ആണ്. അപ്പം ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. മോഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് both by the state or rest or motion, none of this. ഏതാണ്? എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ആണല്ലേ. അപ്പം ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ. അപ്പം നമ്മൾ ഒരു ഫോഴ്സിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓർക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ് കേട്ടോ. വെയിറ്റ് അപ്പൊ മാഗ്നിറ്റ്യൂഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് ബോഡീസ് ഈസ് കോൾഡ്. എന്താണ്? ടു ചാർജ്ഡ് ബോഡീസിലുള്ള ഒരു ഫോഴ്സിനെ നമ്മൾ എന്താണ് പറയുക? മാഗ്നറ്റിക് ഫോഴ്സ് ആണോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ? ഏത് ഫോഴ്സ് ആണ്? അതെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When two forces act in opposite direction, the net force acting two forces, sum of two forces, difference between this. അപ്പൊ എന്താ ഇതിന്റെ ആൻസർ? അതെ, ഡിഫറൻസും ആണ് സമ്മും ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോണ്ടാക്റ്റിലായിരുന്നോ നോൺ കോണ്ടാക്റ്റിലായിരുന്നോ നമ്മൾ പഠിച്ചിരുന്നത്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണല്ലേ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന സമയത്ത് കോണ്ടാക്ട് ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ അതായത് മാഗ്നറ്റ്സ് തമ്മിലുള്ള അട്രാക്ഷൻ അത് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സിനായിരുന്നു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിരുന്നത്. അപ്പം എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി അടുത്തത് ഫോഴ്സ് ആക്ട്സ് ഓൺ എ ഒബ്ജക്റ്റ് മേ ചേഞ്ച്. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊക്കെ ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഫുട്ബോളിന് എന്താ തിരിച്ച് ഒരു മോഷനിലുള്ള ഒരു ബോളിനെ നമ്മൾ തിരിച്ച് റെസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാനും അല്ലേ, ഇങ്ങനെ എന്താ പറയുക, പോകുന്ന പന്തിനെ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഡയറക്ഷൻ ഓക്കെയാണ്. പിന്നെ ഷേപ്പ് അല്ലേ, നമ്മളിപ്പോൾ ഒരു സോപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് എന്തെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് മാറുന്നില്ലേ? അപ്പോൾ ഷേപ്പും മാറുന്നുണ്ട്. പിന്നെ സ്പീഡ്, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പീഡിലാക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതെ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലീവ്സ് ഓർ ഫ്രൂട്ട്സ് falls on the ground due to. എന്ത് കാരണമാണ് ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും നിലത്തേക്ക് വീഴുന്നത് എന്തുകൊണ്ടാ? അതെ, ഇവിടെ നോക്കി, മാഗ്നറ്റിക് ഫോഴ്സ് ആണോ? അല്ല. ഗ്രാവിറ്റേഷണൽ ആണോ? അതെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഇങ്ങനെ നിലത്ത് വീഴാനുള്ള കാരണം. ബാക്കി രണ്ട് എക്സാമ്പിൾ നോക്കണ്ട. ഇലക്ട്രോസ്റ്റാറ്റിക് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഈസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കേലർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ? ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്കേലർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്താണ്? എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മളത് മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ്? ന്യൂട്ടൺ ആണ് കേട്ടോ. ന്യൂട്ടൺ ആണ് എന്തിൻ്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ SI യൂണിറ്റ്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വന്നേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം
ഇതുപോലത്തെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ നമ്മളിവിടെ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.